friends, welcome back to my channel. It's Hiba here. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന വളരെ എഫക്റ്റീവും അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ക്രബിന്റെ റിവ്യൂ ആണ്. ഹിമാലയ പ്യൂരിഫൈയിങ് നീം സ്ക്രബ് വിത്ത് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ്. ഇതാണ് സ്ക്രബ്ബർ. അതുപോലെ തന്നെ ബോത്ത് ഓയിലി ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രബ്ബറും കൂടിയാണ് ഈ ഹിമാലയയുടെ ഈ നീം പ്രോപ്പർട്ടി ഉള്ള ഒരു സ്ക്രബ്ബർ. ഇറ്റ്സ് വെരി വെൽ ഫോർ പിമ്പിൾസ്, ബ്ലാക്ക് ഹെഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഒട്ടുമിക്ക പ്രോബ്ലംസിനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ക്രബ്ബറാണ് ഈ ഹിമാലയയുടെ സ്ക്രബ്ബർ. ഞാനിപ്പോൾ ഒരു 7 years ആയി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ നല്ലൊരു സ്ക്രബ്ബറാണ്. ബിക്കോസ് നമുക്ക് അഫോർഡബിൾ ആയിട്ടാണ്, ഒരുപാട് റേറ്റ്സ് ഇല്ല, അതുപോലെ തന്നെ നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈവൻ നമുക്ക് എന്താ പറയുക, ഓൺലൈൻ സ്റ്റോറിലും നമുക്ക് ഈ ഒരു സ്ക്രബ്ബർ അവൈലബിൾ ആണ്. എല്ലാ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൻ ടൂൺസ് ആയിരിക്കും. സോ നമ്മളൊരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ്ലി ഡയറക്റ്റ്ലി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ജസ്റ്റ് നമ്മൾ കയ്യിൽ കുറച്ചെടുത്തിട്ട് കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തിട്ടുണ്ടാകുന്ന പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ജസ്റ്റ് കുറച്ചൊരു എമൗണ്ട് എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും എന്തെങ്കിലും ഇറിറ്റേഷനോ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ. ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യുക. ദെൻ അവോയ്ഡിങ് ഏരിയാസ് ലൈക്ക് നമ്മുടെ ഐയുടെ താഴെയൊന്നും നമ്മൾ അപ്ലൈ ചെയ്യരുത്. ബിക്കോസ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ അവിടെ നമ്മൾ മാക്സിമം എന്ത് തന്നെ പാക്ക് ഇട്ടാലും നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജസ്റ്റ് നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നമ്മൾ ജെൻറ്റിലി മസാജ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സർക്കുലർ മോഷനിൽ വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഒരു 3 minutes കഴിഞ്ഞിട്ട് നമ്മൾ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്യുക. ദെൻ പാക്ക് ചെയ്യുക ഡ്രൈ ആയിട്ട്. എന്തെങ്കിലും ടർക്കിയോ സംതിങ് ലൈക്ക് ദാറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഫേസ് ഒന്ന് ഒപ്പിയെടുക്കുക. ഇത് നമ്മൾ ഒരു വീക്കിൽ ഒരു 2-3 times യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും ഫേസിന്. It's very well for pimples, blackheads, any problems for your skin. Good for oily and dry skin people also. പേഴ്സണലി എനിക്ക് ഈ സ്ക്രബ്ബർ യൂസ് ചെയ്തതിന് ശേഷം ഫേസ് കഴിയുമ്പോൾ നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫേസൊക്കെ വളരെ സോഫ്റ്റായിട്ട് തോന്നുന്നുണ്ട്. സ്ക്രബ്ബർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് ഒന്ന് നല്ല ക്ലിയർ ആയിരിക്കണം. ജസ്റ്റ് മേക്കപ്സ് ഒന്നും പാടില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊരു പ്ലെയിൻ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്യുക. അതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ സ്ക്രബ്ബർ അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ട ആവശ്യം അനുസരണം ഒരു റിക്വയർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് എടുക്കേണ്ട, നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. ആ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിൽ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1 minute നമ്മൾ സർക്കുലർ മോഷനിൽ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക. അതിനുശേഷം ഒരു 3 minutes കൂടാനും പാടില്ല, ജസ്റ്റ് 3 minutes കുറയാനും പാടില്ല. ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഈ സ്ക്രബ്ബർ അപ്ലൈ ചെയ്തിട്ടിരിക്കുക. ദെൻ സാധാരണ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലും ടർക്കി വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്തെടുത്താൽ മതി. ഫേസ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം. ഭയങ്കര ഹാർഡായിട്ട് റഫായിട്ട് റബ്ബ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒപ്പിയെടുക്കുക എന്ന് നമ്മൾ പറയല്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ ഒന്ന് ഫേസ് ഒന്ന് എടുത്താൽ മതി. ഈ സ്ക്രബ്ബർ യൂസ് ചെയ്ത് അതിനുശേഷം പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്തതിന് ശേഷം. നീം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ആൻറ്റി ബാക്ടീരിയലും അതുപോലെ തന്നെ ആൻറ്റി ഫംഗലായിട്ടും ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെഡ് സെൽസും ബ്ലാക്ക് ഹെഡ്സും പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ്, അതായത് ഒരുപാട് ഡേർട്ടൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പം. സോ അതൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഈ നീമിൻ്റെ ഇത് എക്സ്ട്രാക്റ്റ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് വെരി റിജുനേറ്റിംഗ് ആൻഡ് ഗുഡ് ഫോർ യുവർ സ്കിൻ. ഇവർ ഈ പ്രൊഡക്റ്റിൻ്റെ ബാക്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, സ്പെഷ്യലി ഫോർമുലേറ്റഡ് ടു ഗീവ് യു ക്ലിയർ പ്രോബ്ലം ഫ്രീ സ്കിൻ. അതുപോലെ തന്നെ സ്ക്രബ് വർക്ക്സ് വിത്ത് എ ഡ്യുവൽ exfoliation and purifying action. അതുപോലെ തന്നെ നീം വെൽ നോൺ ഫോർ പ്യൂരിഫൈയിങ് ആൻഡ് ആൻറ്റിബാക്ടീരിയൽ പ്രോപ്പർട്ടീസ്, സ്കിൽ പ്രോബ്ലം കോസിങ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ കൊല്ലുന്നും അതുപോലെ തന്നെ
നമുക്കൊരു എന്താ പറയുക, ഒരു സോഫ്റ്റും ക്ലിയറും റിഫ്രഷിങ് ആയിട്ടുള്ളൊരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ കാണാൻ പറ്റുന്നത്. അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2-3 ടൈംസ് നമ്മൾ വീക്കിലി ചെയ്യുവാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഒരു റിസൾട്ട് കിട്ടുമെന്നും ഇതിൽ ബാക്കിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നീമും ആപ്രിക്കോട്ടും ടർമറിക്കും ആണ് ഇതിൻ്റെ അകത്ത് കീ ഇൻഗ്രീഡിയൻസ്. ഇത് എല്ലാം കൂടെ ആക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്ലിയറും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നത്. നീം നമുക്കറിയാം, സാധാരണ നമ്മൾ ജസ്റ്റ് ഒരു നീമിൻ്റെ ലീഫ് പറിച്ച് നമ്മൾ ജസ്റ്റ് അരച്ചിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നീം കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ബെസ്റ്റ് ഒരു എന്താ പറയുക, ബാക്ടീരിയ കില്ലിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഇൻഗ്രീഡിയൻസ് അവർ കുറച്ച് എന്തൊക്കെയോ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ബെൻസൈൽ ആൽക്കഹോൾ അങ്ങനെ കുറച്ച് നെയിംസൊക്കെ കൊടുത്തിട്ടുണ്ട്. സീഡ് പൗഡർ അങ്ങനെയൊക്കെ. ദെൻ ഇതിൻ്റെ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് 50 ഗ്രാമിൻ്റെയാണ് കേട്ടോ. സോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 75 റുപ്പീസേ ഉള്ളൂ. ദെൻ നമുക്ക് അഫോർഡബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രീവിയസ്ലി പറഞ്ഞു, നമുക്ക് ലോക്കൽ മാർക്കറ്റിലൊക്കെ ധാരാളം അവൈലബിൾ ആണ്. ഈവൻ നിങ്ങൾക്ക് ഇപ്പം ഓൺലൈനിലാണെങ്കിലും ആമസോണും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കുറച്ചുകൂടെ വലിയ പാക്ക് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു 135 സംതിങ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ വലിയൊരു പാക്കിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ അവർ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് പ്യൂരിഫൈങ് നീം സ്ക്രബ് വിത്ത് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് എന്ന്. നിങ്ങൾക്ക് ഇതിലൂടെ എന്തുമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ക്ലിയറായിട്ട് കാണുമോ എന്ന്. സോ ഇതാണ് സ്ക്രബ്ബർ. ദെൻ ഇവിടെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ക്യാമറയിൽ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. അപ്പോൾ ഇതൊരു പ്രൊമോട്ടിങ് വീഡിയോ അല്ല. ഐ എം നോട്ട് പ്രൊമോട്ടിങ് എനി പ്രൊഡക്ട്സ് ലൈക്ക് ഹിമാലയ ഓർ സംതിങ്. എനിക്ക് 7 വർഷം യൂസ് ചെയ്തിട്ട് ഒരു നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യുന്നത്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു ഇരയ്ക്കുന്ന പോലത്തെ ഒരു സൗണ്ട് കേൾക്കുന്നത്. അവർ സ്റ്റോർ ചെയ്യേണ്ടത് പറയുന്നത് ഒരു കൂളോ അല്ലെങ്കിൽ ഒരു ഡ്രൈ പ്ലേസിൽ സ്റ്റോർ ചെയ്യാനാണ്. അത് ആ ബാക്കിൽ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, കോട്ടിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ്, എന്നാലും വലിയ കുഴപ്പമില്ല. ഒരു എന്താ പറയുക, ഒരു നോർമൽ പാക്കിംഗ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. This is Hiba signing off. Be happy. Bye bye.